Hi friends, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രോജക്ട്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ IC എന്നാണ് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഒരു IC എന്ന് പറയുന്നത്. IC എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് ഉള്ള വീഡിയോകളിൽ കുറച്ച് ഇലക്ട്രോണിക് കമ്പോണൻസുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഈ ഇലക്ട്രോണിക് കമ്പോണൻസുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനാണ് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. ആ ഒരു സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആവശ്യം അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം അത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊരു സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ ഒരു സിലിക്കൺ സർഫസിലോട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് IC എന്ന് പറയുന്നത്. IC അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടാക്കുക എന്നല്ല നമ്മൾ കൂടുതലും പറയുന്നത്. IC ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഫാബ്രിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു IC ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പറയാം, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്യാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ വലിയതായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെ ഒരു സിംഗിൾ സെമി കണ്ടക്ടർ സർഫസിലോട്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് IC എന്ന് പറയുന്നത്. പക്ഷെ എന്ന് വെച്ച് നമ്മളൊരു IC തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോരോ കമ്പോണൻസ് എടുത്ത് കാണാൻ സാധിക്കില്ല. കാരണം ഇത് നമ്മൾ ചെറുതാക്കുന്ന അല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്കെയിലല്ല, അതിന് പകരം നാനോ അല്ലെങ്കിൽ മൈക്രോമീറ്റർ സ്കെയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തെ കമ്പോണൻസുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇങ്ങനെ ഈ 4 കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഒരു IC നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 4 കമ്പോണൻസ് അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിലോട്ട് ആക്കിയിട്ട് ഒരു സിംഗിൾ സെമി കണ്ടക്ടർ സർഫസിലോട്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനാണ് IC എന്ന് പറയുന്നത്. ഇപ്പോൾ IC എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. ICയുടെ തന്നെ പല രൂപങ്ങൾ നമുക്ക് കാണാം. എൻ്റെ കുറച്ച് സർക്യൂട്ട് ബോർഡുകളുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ SMPS അല്ലെങ്കിൽ അതിൻ്റെ പവർ സപ്ലൈയുടെ ബോർഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ICകൾ കാണാം. കാരണം ഇതിൽ കൂടുതലും പവർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ട്രാൻസ്ഫോമറുകളും കോയിലുകൾ, ഇൻഡക്ടറൊക്കെയാണ് കൂടുതലുള്ളത്. അതിനു പകരം ഈ ഒരു ബോർഡ്, ഇത് ഒരു പഴയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ ബോർഡാണ്. ഇത് നമുക്ക് ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ SMD ടൈപ്പ് സർഫസ് മൗണ്ട് ഡിവൈസ് ആയിട്ടുള്ള IC ചിപ്സ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വലിയ വലിയ ബോർഡുകൾ തൊട്ട് നമുക്കിപ്പോൾ IC ചിപ്സ് വളരെ വിപുലമായിട്ട് തന്നെ കാണാം. ഒരു ചെറിയ ബൾബ് തൊട്ട് നമ്മുടെ ഇലക്ട്രോണിക് ട്യൂബ്, ഇതെന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ട്യൂബിൻ്റെ ചോക്കാണ്. ഇതിൽ നമുക്ക് IC ചിപ്പുകൾ ഉണ്ട്. അപ്പോൾ IC ചിപ്പ് നമുക്കിപ്പോൾ വളരെ വിപുലമായിട്ട് കിട്ടുന്ന സാധനം. അപ്പോൾ ഇനി നമുക്ക് IC ചിപ്പുകളുടെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ച് കുറച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ചെയ്തു. ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണന്റിനെ അല്ല, ആ ഒരു മൊത്തം ഇലക്ട്രോണിക് സർക്യൂട്ടിനെയാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ICയിലോട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടിൻ്റെ വെയിറ്റ് അതും വളരെ കുറവായിരിക്കും IC ചിപ്പുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സർക്യൂട്ടിൽ ഉള്ള മൊത്തം കമ്പോണൻസ് പോകുന്നതിന് വരെ നമുക്ക് ഈ ഒരു ഒറ്റ IC ചിപ്പ് മാറ്റി വെച്ചാൽ മതി. അതുമാത്രമല്ല, ഇപ്പോൾ IC ചിപ്പുകൾ വളരെ കുറച്ച് കറണ്ട് അല്ലെങ്കിൽ പവറെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. മാക്സിമം നമ്മൾ ഒരു ICക്ക് കൊടുക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് വരെയൊക്കെയാണ്. അതിൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ IC ചിപ്പാണെങ്കിൽ അതിലും താഴെ 1.7 മുതൽ 3.3 വോൾട്ട് വരെയൊക്കെ ആണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പവർ നമുക്ക് കൊടുത്താൽ മതി ഒരു IC ചിപ്പ് വർക്ക് ചെയ്യാൻ. പിന്നെ അതിൻ്റെ ഒരു ദോഷം എന്ന് ദോഷം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഇൻഡക്ടറുകൾ, കോയിൽ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, ഇതൊന്നും ഇതുവരേക്കും നമ്മൾ ICക്കകത്ത് ഫാബ്രിക്കേറ്റ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ കുറച്ചുകൂടി വലിയ കമ്പോണൻസ് ആയതുകൊണ്ടായിരിക്കണം നമുക്ക് ഇതിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. മറ്റൊരു ദോഷം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പവർ കൊടുക്കുമ്പോഴത്തേക്കും വളരെ സൂക്ഷിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഒരു ലിമിറ്റിന് അപ്പുറം നമ്മൾ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു വണ്ടിക്ക് ഒരു RC ബുക്ക് ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻറ്റിനും ഒരു RC ബുക്ക് അല്ലെങ്കിൽ ഒരു ഡേറ്റ ഷീറ്റ് അതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി ഏതാണോ അവർ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ ഷീറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ ടെസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മാക്സിമം എത്ര ഇൻപുട്ട് കൊടുക്കാം, ഇതിന് എത്ര ഔട്ട്പുട്ട് കിട്ടും, ഇതിൻ്റെ പിൻ ഏതൊക്കെയാണ്, പിൻ നമ്പറിങ് എങ്ങനെയാണ്, ഇതിൻ്റെ സൈസ്, ഡയമെൻഷനുള്ള കാര്യം ഒരു ഡേറ്റ ഷീറ്റിൽ പറഞ്ഞു. അപ്പോൾ ആ ഡേറ്റ ഷീറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പവർ കൊടുക്കുന്നത്.
ഐ സികൾ പലതരമുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ പറയാം. മെയിനായിട്ടുള്ള രണ്ടെണ്ണം എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഐ സി അല്ലെങ്കിൽ അനലോഗ് ഐ സി. നമ്മൾ ആദ്യം വോൾട്ടേജ് കറണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അനലോഗ് സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നലിനെ കുറിച്ച്. അനലോഗ് സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ വെച്ച് വർക്ക് ചെയ്യുന്ന ഐ സികളാണ് അനലോഗ് ഐ സി. ഡിജിറ്റൽ സിഗ്നൽസ് വെച്ച് വർക്ക് ചെയ്യുന്ന ഐ സി ആണ് ഡിജിറ്റൽ ഐ സി. അതുപോലെ തന്നെ നമുക്ക് മിക്സഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, മിക്സഡ് ഐ സീസ് ഉണ്ട്. അനലോഗും ഡിജിറ്റലും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐ സികളുണ്ട്. അതുപോലെ ലോജിക്കൽ ഐ സീസ് ഉണ്ട്. ലോജിക്കൽ ഐ സി നമ്മളിനി അടുത്ത സെക്ഷനുകളിൽ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ലോജിക്കൽ ഐ സിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. പിന്നെ കമ്പറേറ്റർ ഐ സീസ്. കമ്പറേറ്റർ ഐ സി നമ്മൾ ഒട്ടുമിക്ക സർക്യൂട്ടുകളിലും വരുന്ന ഒരു സാധനമാണ് കമ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട്. അതിനൊരു ഐ സി ഉണ്ട്. ആ ഐ സിയെ കുറിച്ച് നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ സ്വിച്ചിങ് ഐ സി ഉണ്ട്. പിന്നെ ഓഡിയോ ആംപ്ലിഫയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഓഡിയോ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ഐ സികളുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പ് ആം എന്ന് പറയുന്ന ഒരു സാധനം, അതും നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ടൈപ്പ് ഓഫ് ഐ സികൾ ഉള്ളത്. നമ്മൾ ഐ സി ചിപ്പിൻ്റെ അകത്ത് എംബഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് അതിൻ്റെ സൈസും വ്യത്യാസം വരും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഐ സി ചിപ്പുകളുണ്ട്. ഇതിന് പലതിനും പല സൈസാണ്. ഇപ്പോൾ നമുക്കിവിടെ 555 ഐ സി ഉണ്ട്. അതുപോലെ തന്നെ 741 ഐ സി ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സർക്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ചെറിയ സൈസിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം നമുക്കിവിടെ വലിയ 40 പിന്നുള്ള ഐ സികളുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൈക്രോ കൺട്രോളർ, അറ്റ്മലിൻ്റെ 89C51 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറാണിത്. ഇതിന് 40 ലെഗാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ അധികം സർക്യൂട്ടുകൾ വരുന്നുണ്ട്. നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഐ സിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ വേറൊരു ഇതുണ്ട്. ഇവിടെ ഒരു ADCയുടെ ഐ സി ഉണ്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. അത് നമ്മളിനി വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ADC എന്താണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഗോൾഡൻ കളർ എന്ന് പറയുമ്പോൾ അത് സ്റ്റിക്കറല്ല, അതൊരു മെറ്റൽ പാർട്ടാണ്. അതിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കുന്ന ഒരു മെറ്റൽ പാർട്ടാണ്. അതിൽ നമുക്ക് ഇതിൻ്റെ ADCയുടെ പേര് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഐ സികൾ പല രീതിയിലും പല രൂപത്തിലും അതുണ്ടാക്കുക. അപ്പോൾ അതിലൊരു രീതിയാണിത്. നമ്മൾ സെമി കണ്ടക്ടർ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു മെറ്റാലിക് ഏരിയ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഐ സിക്കും അത് ഡിസൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഓരോ രീതിയിലുള്ള ഫാബ്രിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഐ സി കണ്ടുപിടിച്ചതാരാണ്? ഐ സി കണ്ടുപിടിച്ച് ജാക്ക് കിബ്ലി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐ സി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിക്കുന്നത് 1958. ഈ ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ തന്നെ മോട്ടറോള, നോക്കിയ, അറ്റ്മൽ, AT&T, ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും ഐ സി ചിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുൻനിരയിലുള്ള കമ്പനികളാണ്. ഇനി നമുക്ക് ഐ സി ചിപ്പിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് 555 ഐ സിനെ കുറിച്ച് നമുക്ക് നോക്കാം. 555 ഐ സി എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക സർക്യൂട്ടുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐ സി ആണ്. മിക്ക സർക്യൂട്ടുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐ സിയാണ് പല രൂപത്തിലായിട്ട്. 555 ടൈമർ ഐ സി എന്ന് പറയും. അത് പേര് പറയണ പോലെ തന്നെ അത് ടൈമിംഗ് പൾസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐ സി ആണ്. ഇപ്പോൾ 555 ഐ സി എന്ന് പറയുമ്പോൾ നമ്മൾ പടത്തിൽ കാണുന്ന പോലെ ഒരു 8 കാലുകൾ ഉള്ള ഐ സി ആണ്. അപ്പോൾ ഈ ഒരു ഐ സി നമ്മൾ നോക്കുമ്പോഴത്തേക്കും 8 ലെഗേ ഉള്ളൂ, വളരെ ചെറിയ സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്കീമാറ്റിക് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും കുറേ അധികം, അതായത് നമ്മുടെ നേരത്തെ കണ്ട 8 ലെഗ് ഐ സി കുറച്ചുകൂടി വിപുലമായിട്ട് ഇതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം റെസിസ്റ്ററുകളും ട്രാൻസിസ്റ്ററുകളും അതുപോലെ ഡയോഡുകളും ഒക്കെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടിലുള്ള. പക്ഷേ നമുക്കിതൊന്നും തുറന്നു നോക്കി കാണാൻ സാധിക്കില്ല. ഇതെല്ലാം നാനോ സ്കെയിലിലാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. നമ്മൾ നേരത്തെ ടൈപ്പ് ഓഫ് ഐ സി പഠിച്ചപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു ഒട്ടുമിക്ക സർക്യൂട്ടുകളിലും കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഐ സിയാണ് ഇത് 741 ഐ സി എന്ന് പറയും, ഓപ്പറേഷൻ ആംപ്ലിഫയർ. ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ പേര് പോലെ നമുക്ക് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓസിലേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. കമ്പറേറ്റർ അതതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ
ഫിൽട്ടർ സർക്യൂട്ടുകളായിട്ട് ഓപ്പ് ആമ്പിനെ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതും നമ്മുടെ 555 IC പോലെ തന്നെ ഒരു 8 ലെഗുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു IC ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്കിമാറ്റിക് ഡയഗ്രാം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അതിൽ എന്തോരം ട്രാൻസിസ്റ്ററുകളും കപ്പാസിറ്ററും റെസിസ്റ്ററും ഡയോഡും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് IC എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനിയും ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.